ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ നമ്മൾ ഇന്ന് ഊട്ടിയിൽ താമസിച്ച റിസോർട്ടിൻ്റെ വീഡിയോ ആട്ടോ കാണിക്കുന്നത്. ഊട്ടിയിൽ ഡ്രിസിൽ ഡ്രോപ്പിൻ എന്ന് പറഞ്ഞിട്ട് റിസോർട്ടിലാട്ടോ നമ്മൾ താമസിച്ചത്. ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ആദ്യം വേറൊരു റിസോർട്ടായിരുന്നു ബുക്ക് ചെയ്തത്. ഈ ഊട്ടി ട്രിപ്പ് ഭയങ്കര സഡൻ ആയിട്ട് പ്ലാൻ ചെയ്ത ഒന്നായിരുന്നു. ഞങ്ങൾ ഫ്രൈഡേ തീരുമാനിച്ചു, സാറ്റർഡേ രാവിലെ ഇറങ്ങി. അങ്ങനത്തെ ഒരു ട്രിപ്പായിരുന്നു. അപ്പം നമുക്കങ്ങനെ അധികം റിവ്യൂസ് ഒക്കെ നോക്കി ബുക്ക് ചെയ്യാനൊന്നും ടൈം കിട്ടിയില്ല. അങ്ങനെ നമ്മൾ ആദ്യം വേറൊരു റിസോർട്ടായിരുന്നു ബുക്ക് ചെയ്തത്. അത് 4000 സംതിങ് ആയിരുന്നു റേറ്റ്. അപ്പോൾ നമ്മൾ കുറച്ച് നല്ല ആയിരിക്കും എന്നായിരുന്നു എക്സ്പെക്ടേഷൻ. പക്ഷെ നമ്മൾ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കതങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഊട്ടിയിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ആ റിസോർട്ടിന്റെ റിവ്യൂസ് നോക്കുന്നത്. അപ്പോൾ കുറച്ച് നെഗറ്റീവ് റിവ്യൂസും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വേറെ സ്ഥലമൊക്കെ കാണുന്നതിന് മുമ്പ് തന്നെ റിസോർട്ട് എന്തായാലും പോയി നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ പോയപ്പോഴത്തേക്ക് ആ ഏരിയ നമുക്ക് അങ്ങനെ ഇഷ്ടപ്പെടാഞ്ഞുകൊണ്ട് ഞങ്ങൾ പിന്നെ റിസോർട്ടിലൊന്നും കയറിയില്ല. ഞങ്ങൾ അവിടുന്ന് അടുത്ത റിസോർട്ട് നോക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഈ ഡ്രിസിൽ ഡ്രോപ്പിൻ എന്നുള്ള റിസോർട്ടിന്റെ പേര് കിട്ടിയത്. അങ്ങനെ നമ്മൾ ഇവിടെ വന്നു കണ്ടു. ഇവിടെ 2000 സംതിങ് എന്തോ ആയിരുന്നു കേട്ടോ റേറ്റ്. ഞങ്ങൾ ക്രിസ്മസ് ടൈമിലായിരുന്നു വന്നത്. അപ്പോൾ അവിടെ കുറച്ച് മെയിൻ്റനൻസ് പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് വീണ്ടും വേറെ റിസോർട്ട് നോക്കി നടക്കാനൊന്നും പറ്റത്തില്ലല്ലോ എന്തായാലും ഇവിടം വരെ വന്നിട്ട്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ എന്തായാലും ഇവിടെ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചു. ചുറ്റുപാടുമുള്ള ആംബിയൻസ് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ ഊട്ടി ടോയ് ട്രെയിൻ ഇതുവഴി പോകുന്നത് നമുക്ക് കാണാനൊക്കെ പറ്റും. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു 200 സംതിങ് ആണെന്ന് തോന്നുന്നു എക്സ്ട്രാ കൊടുക്കേണ്ടത്. ഞങ്ങൾ പിന്നെ പുറത്തുനിന്നായിരുന്നു ഫുൾ ഫുഡൊക്കെ. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഫുഡൊന്നും കഴിച്ചില്ല. മുറ്റമൊക്കെ കുറേ ചെടികളൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമായിരുന്നു കാണാനായിട്ട് ഇവിടെ വന്നിരിക്കാനൊക്കെ. പിന്നെ ക്യാമ്പ് ഫയർ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ക്യാമ്പ് ഫയർ അവർ അറേഞ്ച് ചെയ്ത് തരും. ഇവിടെ എത്തിപ്പെടാനും അധികം പാടൊന്നുമില്ല, ഈസിലി ആക്സസിബിൾ ആണ്. പിന്നെ പാർക്കിംഗ് കുറച്ച് വണ്ടികൾക്കുള്ള പാർക്കിംഗ് ആണുള്ളത്. പിന്നെ ബാക്കിയുള്ളതൊക്കെ റോഡിൻ്റെ സൈഡിലൊക്കെ ആയിട്ടായിരുന്നു ഇട്ടിരുന്നത്. ഞങ്ങൾ നൈറ്റ് ഒരു 7-7:30 ആയപ്പോഴത്തേക്കിനും തിരിച്ച് റിസോർട്ടിൽ എത്തിയതുകൊണ്ട് ഞങ്ങൾക്ക് പാർക്കിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനിത് പെട്ടെന്ന് പ്ലാൻ ചെയ്ത ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വീട്ടിലൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഊട്ടിയിൽ എത്തിക്കഴിഞ്ഞിട്ടാണ് വീട്ടിൽ വിളിച്ചിട്ട് രണ്ടുപേരുടെയും വീട്ടിൽ വിളിച്ചിട്ട് ഞങ്ങളിപ്പോൾ ഊട്ടിയിലാണെന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഭയങ്കര ഒരു സ്ട്രെസ്ഡ് സിറ്റുവേഷനിലൂടെ ആയിരുന്നു. കാരണം നമ്മുടെ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ കുറേ സ്ട്രെസ്സ്, അങ്ങനെ കുറേ ഭയങ്കര സ്ട്രെസ്സായിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ഇനിയിപ്പോൾ പുതിയ പ്രൊജക്റ്റിൽ കയറുന്നതിന് മുമ്പ് ഒന്ന് കറങ്ങാൻ പോകണം എന്നുണ്ടായിരുന്നു. ശരിക്കും ഞാൻ ഉദ്ദേശിച്ചത് ജസ്റ്റ് മൂന്നാർ പോയിട്ട് ഒരു സ്റ്റേ ചെയ്തിട്ട് വരാമെന്നായിരുന്നു. പക്ഷേ എന്നോട് പറയാതെ തന്നെ ഹസ്ബൻഡ് ഊട്ടിയിൽ ബുക്ക് ചെയ്തു. പിന്നെ ഇവിടെ വന്നപ്പോൾ മഞ്ഞൊന്നും ഇല്ലായിരുന്നു, പക്ഷെ നല്ല തണുപ്പായിരുന്നു. രാത്രിയിലൊന്നും ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയ്ക്ക് തണുപ്പായിരുന്നു. റിച്ചോ രാത്രി ആയപ്പോഴത്തേക്കിനും വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ കരച്ചിലായിരുന്നു. പക്ഷെ രാവിലെ ആയപ്പോഴത്തേക്ക് ആൾ ഭയങ്കര ആക്റ്റീവായി. നമ്മൾ ഇനി രാവിലെ തന്നെ ഇവിടുന്ന് ഒരു 7 മണി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്തു. കാരണം ഞങ്ങൾ ഇനിയും ഊട്ടിയിൽ നിന്ന് നേരെ മൈസൂർ പോവുകയാണ്. നമ്മൾ മസനഗുഡി, ബന്ദിപ്പൂർ, മുതുമലൈ റിസർവ് ഫോറസ്റ്റ് വഴിയാണ് മൈസൂർ പോയത്. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ നല്ല ഈസിലി ആക്സസിബിൾ ആണ്. പിന്നെ ഇതിന് തൊട്ടടുത്താണ് റോസ് ഗാർഡൻ. അങ്ങനെ കുറേ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഈ റിസോർട്ടിന്റെ തൊട്ടടുത്തായിട്ടാണ് വരുന്നത്. ഇതിന്റെ അടുത്തുള്ള ടൂറിസ്റ്റ് പ്ലേസസിന്റെ ഒരു ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഡിയർ പാർക്ക്, ഖെയ്ൻ ഹിൽസ്, തണ്ടർ വേൾഡ്, ബോട്ട് ഹൗസ്, റോസ് ഗാർഡൻ, ത്രെഡ് ഗാർഡൻ, മുരുകൻ ടെമ്പിൾ, സെന്റ് സ്റ്റീഫൻസ് ചർച്ച്, സ്റ്റോൺ ഹൗസ്, ബൊട്ടാണിക്കൽ ഗാർഡൻ, ഗവൺമെന്റ് മ്യൂസിയം, വാക്സ് മ്യൂസിയം, അങ്ങനെ കുറേ ടൂറിസ്റ്റ് പ്ലേസ് ഒരു 5 കിലോമീറ്ററിനുള്ളിലായിട്ട് ഈ റിസോർട്ടിന്റെ അടുത്തായിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.